നമസ്കാരം. തൃശൂർ പൂരം കലങ്ങിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കണ്ടെത്തണം. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകേണ്ടത്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ADGP MR അജിത് കുമാർ അവിടെ പോയി നിന്ന് പൂരം കലക്കിയതെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. പൂരം കലക്കാൻ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ് പൂരം കലക്കൽ അന്വേഷിച്ചതെന്നാണ് സതീശൻ പറയുന്നത്. 3 ദിവസം മുൻപ് പോലീസ് കമ്മീഷണർ ക്രമസമാധാനപരമായി ബന്ധപ്പെട്ട് നൽകിയ പ്ലാൻ മാറ്റിവെച്ച് കലക്കാനുള്ള പ്ലാൻ ADGPക്ക് നേരിട്ട് നൽകുകയായിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെയ്തതാണ്. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ADGPക്കെതിരെ 4 പ്രധാനപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നത്. ഭരണകക്ഷി MLA നൽകിയ പരാതിയിൽ ADGPക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണത്തിലും അന്വേഷണമുണ്ട്. പൂരം കലക്കിയതിൽ അന്വേഷണമുണ്ട്. സ്വത്ത് സമ്പാദനത്തിൽ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ഇത്രയുമധികം അന്വേഷണം നേരിടുന്നയാളെ പദവിയിൽ നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നത്. മുഖ്യമന്ത്രിക്ക് എന്ത് കരുതലാണ് ADGPയോടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ADGP ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്ര കരുതലോടെ ചേർത്ത് നിർത്തുന്നത്. പൂരം കലക്കാനും RSS നേതാക്കളെ കാണാനും ADGP അജിത് കുമാർ പോയത് മുഖ്യമന്ത്രിയുടെ അറിവോടും അനുമതിയോടും കൂടിയാണെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജീവന ബന്ധമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. അവർ പോലീസിലെ ഹൈറാർക്കി തകർത്തു. DGP പറഞ്ഞാൽ ADGP അനുസരിക്കില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സ്കോട്ട്ലാൻഡ് യാർഡിലെ വെല്ലുന്ന പോലീസ് സേനയായിരുന്നു കേരള പോലീസ്. അതിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസ് തകർത്തു. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കാണുന്നത്.